നമ്മൾ ഇതുവരെ പറഞ്ഞ പോലത്തെ കാര്യമൊന്നുമല്ല, ഇത് വളരെ സീരിയസ് ആണ്. ഓക്കെ? എന്ത് പറഞ്ഞിട്ടെന്താ, അമ്മ ഇങ്ങനെ ചുമ്മാ ഇരിക്കല്ലേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. യുനോ. ഓക്കെ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയാണ്, നല്ല അഴക്. അങ്ങനെ അല്ലാത്തൊരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടാവില്ലല്ലോ. നല്ല സ്വഭാവം, നല്ല പേര്, സ്വർണ. എന്താണെന്ന് എനിക്കറിയില്ല. ഈ അവളെ വീണ്ടും വീണ്ടും കാണണം തോന്നുന്നു. അവളെ കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കണം തോന്നുന്നു. ഇതിനാണോ അമ്മ ഈ സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത്? വെൽ, എങ്കിലത് തന്നെ. അമ്മ, ഈ നമ്മളിവിടെ കാണുന്ന കുട്ടികളെ പോലൊന്നുമല്ല. ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് മുഖത്തൊക്കെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല. ഈ അമ്മയുടെ പഴയ ഫോട്ടോ ഒക്കെ അല്ലേ, ഇനോ, അതുപോലത്തെ ഒരു കുട്ടി, ഒരു നാടൻ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര പേടിയാണ്. അറിയാലോ എന്റെ സ്വഭാവം. ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോയി, അവള് പേടിച്ചു പോയി. ഞാൻ ഈ ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതുവരെ എന്റെ മനസ്സിൽ കയറിയിട്ടില്ല. പക്ഷെ ഇവളെ കയറിപ്പോയമ്മേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. ഐ ലവ് ഹർ. എനിക്ക് അമ്മയുടെ സമ്മതം മാത്രം മതി, പിന്നെ അവൾ എൻ്റെ ആവും. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്മ, എനിക്ക് അമ്മയുടെ സമ്മതം മാത്രം മതി. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണമ്മ. സമ്മതിക്കല്ലേ? അവാർഡ് ഫംഗ്ഷൻ കൊടുക്കാൻ ഒരു നല്ല സാരി വേണം. ഇതാണ് രൂപിണി സിൽക്സ്, ഏഷ്യയിലെ ഏറ്റവും വലിയ സാരിപ്പീടിയ. പണ്ടത് രാജകുമാരി സിനിമകളായിരുന്നു. അന്ന് മധുവിന്റെ, സത്യന്റെ, പ്രേമൻസിന്റെ ഒക്കെ സിനിമ കാണാൻ ഞാൻ എവിടെയാ വരിക. ഒരു ദിവസം പടം കാണാൻ വന്നപ്പോ സാരിപ്പീടിയ. സുന്ദരം ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വാ, അപ്പോഴേക്കും ഞാൻ സാരി ഒന്ന് നോക്കട്ടെ. ഞാൻ ഹെൽപ്പ് ചെയ്യും. സ്വർണ്ണക്കുട്ടിക്ക് ഈ കളർ ഇട്ടാ തിളങ്ങും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വാ. തിരക്കിൽ വിട്ടുപോയി. എന്റെ ലവർക്ക് ഒരു സാരി വാങ്ങിക്കട്ടെ. എനിക്കൊരു നല്ല പട്ടുസാരി വേണം, കസവ് ബോർഡർ ഉള്ളത്. ഇത് നന്നല്ല. ഇതും വേണ്ട. ഇത് പാക്ക് ചെയ്തോളൂ. Bill is already paid, madam. ആര്? He. It's a small present. Shri Krishnamurthy from Tamil Nadu. This year's Sangeet Ratna Award for Excellence in Carnatic Music from Kerala is being given to Shri Gurumurthy Shastrigal. ശാസ്ത്രി സർ, He'll be okay within 24 hours. ഇവിടെ ചെറിയ അറ്റാക്ക് തന്നെയായിരുന്നു. ഓക്കെ, 24 hours ഒബ്സർവേഷൻ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായി സൊന്ന? കമാൺ സൊന്ന. ഇന്ത്യക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്
നിന്റെ അച്ഛൻ ഇവിടെ കിട്ടും, ഭയപ്പെടാനൊന്നുമില്ല. കമൺ, സ്വർണ്ണ കമൺ. അച്ഛാ, മോളെ, ദിസ് ഇസ് എ പ്രോബ്ലം ഓഫ് മദ്രാസ്. ഓറഞ്ച് കിട്ട എവിടെയെല്ലാം പോയിന്നറിയോ? എന്തിനാ സുന്ദരം ഇതൊക്കെ? 3-4 ദിവസമായി നീ ഓടി കിടന്ന് കഷ്ടപ്പെടുന്നു. ശാസ്ത്രി സാർ, ജീവൻ സാർ ഒരു കാര്യം ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റും. രണ്ടുപേരെയും പൊന്നുമാരി നോക്കാനാ ഓർഡർ. എന്തുമാത്രം പണം ചെലവാക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. സത്യത്തിൽ ആരായി ജീവൻ? ജീവൻ സാർ എന്ന് പറഞ്ഞാൽ മദ്രാസ്, മദ്രാസ് എന്ന് പറഞ്ഞാൽ ജീവൻ സാർ. ഹലോ. 2-3 ദിവസമായി കുഞ്ഞിനെ വഴിക്ക് കണ്ടേയില്ല. ഇവളിവിടെ കിടന്ന് പൊരിയായിരുന്നു. ഞാൻ ബോംബെ പോയിരിക്കായിരുന്നു. ഡോക്ടറെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഹൗ ആർ യു? ആ, ഇന്നലെ ഡോക്ടർ പറഞ്ഞു എപ്പോ വേണേ പോവാന്ന്. പോകുന്നോ? അതെ, കുഞ്ഞിനെ കാത്തു നിന്നതാ. ആ. രാവിലത്തെ വണ്ടിക്ക് പുറപ്പെടാൻ നല്ലത്. ചികിത്സയൊക്കെ പിന്നെ നാട്ടിലാവാന്ന് വെച്ചു. എന്തായത്? ക്ഷമിക്കണം, കൈയും കണക്കുമില്ലാതെ കുഞ്ഞു ചെലവാക്കി. പോകുന്നതിന് മുമ്പ് സർ, സർ, ജീവൻ സർ. ഒന്നും പറയാതെ എന്തേ? എന്ത് പറയാൻ? സ്ഥലകാലം ഇല്ലാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. നിന്റെ അച്ഛന് ഒരു അറ്റാക്ക് കഴിഞ്ഞാണ്, അതുകൊണ്ട് കം വിത്ത് മീ. ഇങ്ങോട്ട്? കൊല്ലാനൊന്നുമില്ല. ഐ വാണ്ട് ടു ടോക്ക് ടു യു. അത് ഓക്കെ, വരണ്ട. ഇല്ല, ഞാൻ വരാം. Then come with me. എനിക്ക് പണം തരുന്നു അല്ലേ? സഹായങ്ങൾക്ക് നന്ദി പറയുന്നു അല്ലേ? പോണം അല്ലേ? എന്നോട് കണക്ക് തീർത്ത് പോണം അല്ലേ? വയ്ക്കോ. വേണ്ടെന്ന് പറയാൻ ഞാൻ ആരാണ്? വയ്ക്കോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഉൾനാട്ടിൽ നിന്ന് വരുന്നവരുടെ മനസ്സിലെ സ്നേഹമുണ്ടെന്ന് കരുതി, നന്മയുണ്ടെന്ന് കരുതി, ബുദ്ധിയുണ്ടെന്ന് കരുതി. നോ, ഇഡിയറ്റ്സ്. ഇടിയറ്റോ? പിന്നെ ഡു യു നോ മീ? നിനക്കെന്നെ അറിയാം? എന്റെ മനസ്സ് നിനക്കറിയാം? നോ നോ, ഇല്ല. കണ്ടു മറന്ന 1000 മുഖങ്ങളിലൊന്ന്, നഗരത്തിൽ കണ്ട കാഴ്ചകൾ എന്തോന്ന്. എനിക്ക് ഈ ഭംഗി വാക്കും പഞ്ചാരമൊന്നുമില്ല. ഐ ആം ആരഗന്റ്, യു നോ. I love you. I love you, man. Do you love me? Do you love me? Do you love me? അച്ഛൻ? നിന്റെ അച്ഛനെ കല്യാണം കഴിക്കാനല്ല. ഐ വാണ്ട് യു. എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. അച്ഛനോടൊരു വാക്ക് പറയാതെ. സ്വർണ്ണ, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ? അതാണ് എനിക്കറിയേണ്ടത്. ഡു യു ലവ് മീ? ഇപ്പൊ നിങ്ങളാണ് ഇഡിയറ്റ്. അച്ഛനോട് സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതാണെന്ന്. ആർ യു ജോക്കിംഗ് ജീവ? നിനക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു? തമാശാണോ ഇത്? ഏത് തരത്തിലുള്ള ഒരു കുടുംബമാണ് നമ്മുടെ അവൾക്ക് അറിയാമോ? നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ദുവിനെ നോക്ക്, അവൾ ഒരിക്കലും നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. കാരണം അവൾ നേരത്തെ നമ്മളെ അറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട്. പക്ഷെ ഇതല്ല, ഏതോ ഒരു വില്ലേജിൽ അവരുടെ സംഗീതവും ദൈവവും ഒക്കെ ആയിട്ട് ട്രഡീഷനായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാവുമ്പോ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ എനിക്ക് വിട്ടേക്കൂ, ഞാൻ നോക്കിക്കോളാം. എങ്ങനെ? നീ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന് പറ. I don't know what I'm going to do. പക്ഷേ ഒന്നുറപ്പാണ്, I love her and I want to marry her. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ് ജീവ. പക്ഷെ ആദ്യം ഡാഡിയെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. Yeah. മാരേജ്? വാട്ട് നോൺസെൻസ് ഇസ് ദിസ് ജീവ? നാട്ടുകച്ചേരി, ഹാർട്ട് അറ്റാക്ക്, ഹോസ്പിറ്റൽ. ചെറുപ്പത്തിന്റെ ഒരു തമാശ എന്ന് കരുതി ഞാൻ കണ്ണടച്ചു എന്ന് മാത്രം. പക്ഷേ ഒരു വിവാഹം വരെ നെവർ. പാരമ്പര്യമായിട്ട് കിട്ടുമ്പോ പണം, പ്രതാപം, സൗകര്യങ്ങൾ, അന്തസ്, ഇതിന്റെയൊക്കെ വില അനുഭവിക്കുന്നവർ അറിയാതെ പോവും. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള പാടും പണിയും നന്നായി അറിഞ്ഞവനാണ് ഞാൻ. അത് കളഞ്ഞു കുളിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ട്.
എങ്കിൽ ഈ ആശയങ്ങ് ഉപേക്ഷിച്ചേക്ക. ഞാൻ വാക്കുകൊടുത്തു പോയി. വാക്കും വ്യവസ്ഥയുമൊക്കെ അവരവർക്ക് ചേരുന്നവരോടാവണം. അവൾ എനിക്ക് ചേർന്നതാണ്. ജീവ, ഈ കുടുംബത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു തീർപ്പ് കൽപ്പിച്ചാൽ അതപ്പോഴേ നടന്നു കഴിഞ്ഞു എന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അച്ഛന്റെ മകൻ കൊടുത്ത വാക്കാണിത്. പ്ലീസ്, എനിക്കിഷ്ടമാണ്. സമ്മതിക്കണം പ്ലീസ്. എന്റെ പ്രാണൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാണ്. നോക്കത്താ ദൂരത്താണെങ്കിലും ഇവിടത്തേക്കും ഈ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണ്ടാവും എന്നും. അതല്ലേ മുതൽ മുടക്കുള്ളൂ ഈ കച്ചവടത്തില്. 9 ജന്മം എടുത്താൽ ചിന്തിക്കാൻ പറ്റാത്ത ഇടത്തല്ലേ വളഞ്ഞ വഴിക്ക് മോള് വന്ന് കയറിയത്. ഇനിയും ധൈര്യമായിട്ട് മടങ്ങാം. വണ്ടിയുടെ നിന്റെ കൈപിടിക്കാൻ വന്നവൻ കരുത്തും കരുണയുള്ളവരാണെന്ന് അറിയുന്നുണ്ട്. ഈ ഉള്ളിലൂടെ ആശിക്കുന്നു അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ. എന്തേത്? പിറന്ന കുലവും വളർന്ന മണ്ണും പഠിപ്പിച്ച നേരും മുറയും കൈമോശം വരുത്. കണ്ണടയോളം സർവേശ്വരൻ ദാനം തന്ന സംഗീതവും താലിയിട്ട പുരുഷനെ കൺകണ്ട ദൈവമായി കരുതി വീടിന് വിളക്കായി ജീവിക്കുക. നിന്നാലെ എല്ലാവർക്കും നന്മ വരണം. വരട്ടെ. ശാസ്ത്രി സാർ, ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാക്കാം. വരട്ടെ മോളെ. നീ പ്രാർത്ഥിക്കാറുള്ള ദൈവമില്ലേ? അങ്ങോട്ട് എന്ത് ചോദിച്ചാലും തിരിച്ചാവുന്നു ഇങ്ങോട്ട് പറയാത്ത ദൈവം. അതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ മതിൽക്കെട്ടിനകത്തേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും കോരിച്ചൊഴിഞ്ഞപ്പോ ദൈവത്തിന് തോന്നിയ ഒരു തമാശയായിരിക്കും. ഇനി ഇവളുണ്ടാവും അമ്മയ്ക്ക്. വാ. ഇതാണ് പൂജാമുറി. ഈശ്വര, ഇതോ? അമ്മയ്ക്ക് വയ്യാതെ ആവണ വരെ പൂജയും പ്രാർത്ഥനയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും ആരും അത്ര കാര്യാക്കിയിട്ടില്ല. അമ്മേ, ദാ വരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പാ, ക്ഷമിക്കണേ എല്ലാവരോടും. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം.